മഴയൊന്നും ഈ മനുഷ്യർക്ക് ഒരു പ്രശ്നമല്ല. അവർ ആ മഴയ്ക്കൊക്കെ അപ്പുറമാണ് അവർക്ക് VS എന്ന വികാരം. ആ വികാരത്തിലാണ് നിൽക്കുന്നത് മനുഷ്യർ. അത്തരമൊരു വൈകാരിക അവസ്ഥ നമുക്ക് ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ആ ഒരു വൈകാരിക അവസ്ഥ, ഒരു ആൾക്കൂട്ടം ഒരു ആഘോഷത്തിന് കൂടുന്നത് പോലെയോ അല്ലെങ്കിൽ കൗതുകത്തിന് എത്തുന്നത് പോലെയോ അല്ല മനുഷ്യർ നിൽക്കുന്നത്. ആ മനുഷ്യരുടെ ഓരോരുത്തരുടെയും മുഖത്ത് ആ വൈകാരികത വായിച്ചെടുക്കാൻ കഴിയും. എത്രയെങ്കിലും സ്ത്രീകൾ, പുരുഷന്മാർ അവരുടെ മുഖത്ത് നിന്ന് കണ്ണീര് ഒലിക്കുന്നത് നമുക്ക് കാണാം. VSന്റെ മൃതദേഹം വഹിച്ച വാഹനം എത്തുന്നതിന് തൊട്ടു മുന്നിലാണ് നമ്മുടെ വാഹനം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VS എത്തുന്നു എന്നുള്ള അനൗൺസ്മെന്റ് കണ്ടു അകലെ അവരുടെ കണ്ണിൽ VSന്റെ വാഹനം കാണുന്നു. ആ സമയത്താണ് നമ്മൾ ഈ മനുഷ്യരെ കാണുന്നത്. അപ്പോഴാണ് അവരുടെ മനസ്സിലെ അവരുടെ മുഖം കൊണ്ട് മറയ്ക്കാൻ പലർക്കും കഴിയുന്നില്ല. അത്രമേൽ കണ്ണീർ വരുന്ന മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഒരു നൂറ്റാണ്ട് ജീവിച്ച, കഴിഞ്ഞ 6 വർഷമായി ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലെയും സാമൂഹിക ജീവിതം ഇല്ലാതെ ഇരുന്ന, വാർദ്ധക്യത്തിന്റെ എല്ലാവിധ ആവശ്യകതകളും ഉണ്ടായിരുന്ന, ജീവിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്കുള്ള ഇടപെടലുമില്ലാത്ത ഒരു VS ഒരിക്കലും ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. VS അങ്ങനെ 95-ാം വയസ്സിൽ നിൽക്കുമ്പോഴും 96-ാം വയസ്സിലുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയും അവിടെയൊക്കെ തന്റെ അഭിപ്രായം ഉറച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് VS എന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും അദ്ദേഹം പൂർണ്ണമായും ഇത്തരം പൊതുപ്രവർത്തനമെല്ലാം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ 6 വർഷം മൗനമായിരുന്ന ഒരു മനുഷ്യൻ, വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയ്ക്കൽ എത്തിയ ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിലും കൂടുതൽ കാലം ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഒരാൾ, അങ്ങനെ ഒരാൾ സ്വാഭാവികമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങളാൽ മരണമടയുന്ന സ്വാഭാവിക മരണത്തിലേക്ക് നീങ്ങിയ ഒരാൾ അങ്ങനെ മരിക്കുമ്പോൾ പോലും ജനം വിങ്ങിപ്പൊട്ടുന്നുവെങ്കിൽ എങ്ങനെയാണ് അവർ എത്രമേൽ സ്നേഹിച്ചിരുന്നു ഈ മനുഷ്യനെ, എത്രത്തോളം മേൽ അവരുടെ ഹൃദയത്തോട് ചേർത്താണ് ഈ മനുഷ്യനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത്. തലച്ചോറിനേക്കാളേറെ ഹൃദയത്തോട് ചേർത്ത് ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന മനുഷ്യൻ എന്ന് വേണം കരുതാൻ. ഇന്നലെ രാത്രി മുതൽ തന്നെ കോരിച്ചൊരിയുന്ന മഴയാണ്. ഇന്നലെ രാത്രി ഒരു 12-1 മണിയോട് തുടങ്ങിയ മഴയാണ്. അതിനിടയിൽ കുറച്ച് സമയത്ത് മാത്രമാണ് മഴ തോർന്നു നിന്നത്. മറ്റു ഘട്ടത്തിലൊക്കെയും വലിയ മഴയായിരുന്നു. ആ മഴയെ അതിജീവിച്ചുകൊണ്ട് ആ മഴയത്ത് നനഞ്ഞു കുളിച്ചു നിന്നുകൊണ്ടാണ് മനുഷ്യരൊക്കെയും VSന് വേണ്ടി കാത്തു നിൽക്കുന്നതും അഭിവാദ്യം വിളിക്കുന്നതും കൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതും അവരുടെ കണ്ടമിടറിപ്പോകുന്ന തരത്തിൽ അവർ മുദ്രാവാക്യം വിളിച്ച് അവർ ഇടറി അവസാനിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ എത്രയോ മനുഷ്യർ ഇങ്ങനെ മഴയത്തും കാത്തു നിൽക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും കുട പിടിച്ചു നിൽക്കുന്നവർ, കുടയില്ലാതെ നിൽക്കുന്നവർ, റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്നവർ, ചെറിയ ഒരു തണലിലൊക്കെ പുതിയ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അങ്ങനെ കാര്യമായ മഴ വന്നാൽ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഒരു സ്ഥലത്തൊക്കെയാണ് ആളുകൾ ഇങ്ങനെ നിന്ന് VSന് വേണ്ടി കാത്തു നിൽക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുന്നപ്ര വയലാറിൻ്റെ സമരനായകൻ, പുന്നപ്രയുടെ പുത്രൻ തിരികെ മടങ്ങുകയാണ്. ഇവിടെ നിന്ന് VS നടന്ന് നീങ്ങിയത് കേരള രാഷ്ട്രീയത്തിൻ്റെ വലിയ ഭൂമികയിലേക്കായിരുന്നു. ഇവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ആ മണ്ണിൽ അദ്ദേഹത്തെ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ സ്വീകരിക്കാൻ, യാത്ര പറയാൻ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളടക്കം പെരുമഴയത്തും പാതിരാത്രിയൊന്നും ഇല്ലാതെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കരിയിലക്കുളങ്ങര പിന്നിട്ട് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ചില പോയിന്റുകളെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആലപ്പുഴയിലെത്തി പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തിരികെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കാനുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സലാം MLA അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളത്. ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ട് റോഡിൽ. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ വന്ന് നിൽക്കുന്ന ഈ മനുഷ്യന്മാർ ഒരു കാഴ്ചയാണ്. VSനെ എത്രത്തോളം ആളുകൾ സ്നേഹിച്ചിരുന്നു എന്നത് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് VSൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് കാത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ നേരത്തെ ശരണ്യ
വേലിക്കകത്ത് വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ കണ്ണൂരിൽ നിന്ന് വന്നവർ, കോഴിക്കോട് നിന്ന് വന്നവർ, പാലക്കാട് നിന്ന് വന്നവർ, അങ്ങനെ ഒരു സ്ഥലമെന്നില്ല. VS-നെ ഒന്ന് അവസാനമായി കാണണം, അത് കണ്ടില്ലെങ്കിൽ ഒരു വിഷമമായി അവശേഷിക്കും. 102 വയസ്സുള്ളൊരു മനുഷ്യനാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിത വിയോഗമല്ല. VS-നെ സംബന്ധിച്ച് അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് പൊതുവേദികളിൽ നിന്ന് അകന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 6 വർഷത്തോളമായി അദ്ദേഹത്തെ നമ്മൾ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായി 29 ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. അപ്പോഴൊക്കെയും അറിയാം VS-ൻ്റെ ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമാവില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും VS-ൻ്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുന്ന, തൊണ്ടയിടറി മാത്രം സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. അത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ എത്രത്തോളം ആഴത്തിൽ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. സാധാരണക്കാരുടെ, ആരോരുമില്ലാത്തവരുടെ, ആലംബഹീനരുടെയൊക്കെ ഹൃദയത്തിൽ VS എന്ന കാവലാൾ എത്രത്തോളം ശക്തമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിൻ്റെ ആ കാഴ്ചയുടെ ഏറ്റവും പാരമ്യമാണ് നമ്മൾ ഇനി ആലപ്പുഴയിലെത്തുമ്പോൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്നു. അദ്ദേഹം ഒരു തൊഴിലാളി സംഘടനാ നേതാവ് എന്ന നിലയിലേക്ക് ഉയർന്നത് ഏറ്റവും ദാരിദ്ര്യത്തിൽ വളർന്ന, 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ആ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് VS എന്ന 2 അക്ഷരത്തിലേക്ക്, സഖാവ് VS എന്ന ആ പേരിലേക്ക് VS വളർന്നത് ആലപ്പുഴയിലൂടെയാണ്. ആ ആലപ്പുഴയിൽ VS-ൻ്റെ കാലുപതിയാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും. ആ മണ്ണിലൂടെയാണ് ഇപ്പോൾ VS-നെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. നോക്കൂ, ആ റോഡ് പണി നടക്കുന്ന സ്ഥലം, അവിടെ വലിയ ബുദ്ധിമുട്ടാണ് നിൽക്കാൻ പോലും. എന്നിട്ടും തിങ്ങി നിറഞ്ഞ ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആലപ്പുഴ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന നേതാവ്. 102 വയസ്സ്, ഒരു നൂറ്റാണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ, ഈ നാടിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ നാടിൻ്റെ ചരിത്രത്തിനൊപ്പം VS എന്ന 2 അക്ഷരം കൂടി ഏത് കാലത്തും ചേർത്ത് വെച്ചിരുന്നു. ആ 75 വർഷത്തോളം നീണ്ട രാഷ്ട്രീയ ജീവിതം എന്നത് ഇനി മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ ചരിത്രമാണ്. 75 വർഷം അദ്ദേഹം സജീവമായി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. 82-ാം വയസ്സിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി, പിന്നീട് ഒരു ടേമിൽ കൂടി പ്രതിപക്ഷ നേതാവായി. ആ പ്രായത്തിലും അദ്ദേഹം കുന്നും മലയും കയറി ആവശ്യമുള്ള ആളുകൾക്കരികിലേക്ക് എത്തി. തന്നെ ആവശ്യമുള്ള ആളുകളിലേക്ക്, നീതി ആവശ്യമുള്ള ആളുകൾക്കരികിലേക്ക് അദ്ദേഹം ആ പ്രായത്തിലും എത്തി. അതിന് പ്രായമോ ഒന്നും അദ്ദേഹത്തിനൊരു തടസ്സമേ ആയില്ല. അത്ര ഉറച്ച ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, അതോടൊപ്പം അദ്ദേഹം പിന്തുടർന്നു വന്ന ജീവിത ശൈലി, അതെല്ലാം അദ്ദേഹത്തെ പ്രായം തളർത്തുന്ന പോരാളി എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രായത്തെ പുച്ഛിച്ചു തള്ളിയ ഒരു പോരാളിയാക്കി മാറ്റി. ഈ അവസാന സമയത്ത് പോലും, ഈ 29 ദിവസം ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും കടുത്ത ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പ്രായത്തിൽ അങ്ങനെ ഒരാൾക്ക് ജീവൻ നിലനിർത്തുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് മെഡിക്കൽ സയൻസിനറിയാം. പക്ഷേ